നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടിയിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നിലവിലെ തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡി. ആ സൗഹൃദം ഇപ്പോഴും അദ്ദേഹവുമായി ഉണ്ട് എന്ന് നായിഡു പല വേദികളിൽ വെച്ച് പറയുകയുമുണ്ടായി. നമുക്കറിയാം, തെലങ്കാനയുടെ രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് കോൺഗ്രസിന് വലിയ മുന്നേറ്റമാണ്. അവിടെ പ്രധാന എതിർകക്ഷിയായിട്ടുള്ള BRS അഥവാ ഭാരത് രാഷ്ട്ര സമിതി അത് പിളർന്നിരിക്കുന്നു. അതായത് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം തെലങ്കാനയിലേക്ക് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും കുറച്ചധികം നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ അവിടെയും താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. ആന്ധ്രാപ്രദേശ് വിഭജിക്കും മുമ്പ് പല ശ്രമങ്ങളും അതിന് നടത്തി നോക്കി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കവിതയെ പാർട്ടിയിൽ നിന്നും TRSൽ നിന്നും, അതായത് ഇപ്പോഴത്തെ ഭാരത് രാഷ്ട്ര സമിതിയിൽ നിന്നും പുറത്താക്കി വലിയ തോതിലുള്ള കള്ളക്കളികൾ ഒക്കെ നടക്കുന്നുണ്ട്. തെലങ്കാനയിൽ BJP വേഴ്സസ് കോൺഗ്രസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എന്നാൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ് താൻ. എന്നാൽ ആന്ധ്രയിൽ കോൺഗ്രസിന്റെ ചുമതല YS ശർമിളയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കാര്യമായ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ കഴിഞ്ഞില്ല. കടപ്പ സീറ്റിൽ അടക്കം ശർമിളയുടെ പരാജയം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ തിരിച്ചു വരിക അത്ര എളുപ്പമുള്ള ഒരു കാര്യം അല്ല. എന്നാൽ ആന്ധ്രയിൽ BJPയുമായുള്ള കൂട്ടുകെട്ട് തനിക്ക് ആപത്താകും എന്ന സൂചനകൾ പല കോണിൽ നിന്നും വരുമ്പോൾ അത് മനസ്സിലാക്കാതെ ഇരിക്കുന്നതും ശരിയല്ല എന്നാണ് നായിഡുവിൻ്റെ വിചാരം. കാരണം നായിഡുവിന് അറിയാം, BJPയുമായി സഖ്യം ചേരുന്നവരുടെയൊക്കെ രാഷ്ട്രീയ അന്ത്യം വളരെ ദാരുണമാണ്. അവരുടെയൊക്കെ കൃത്യമായിട്ടുള്ള കേസ് സ്റ്റഡി എന്താണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നായിഡു മുന്നോട്ട് പോകുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചതുകൊണ്ട് തന്നെ BJP TDPയെ അധികം അടുപ്പിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അന്നും കേന്ദ്രത്തിൽ സിവിൽ വ്യോമയാന വകുപ്പ് TDPക്ക് തന്നെയായിരുന്നു കൊടുത്തത്. അശോക് ഗജപതി രാജു പശുപതിയായിരുന്നു അന്ന് കേന്ദ്രമന്ത്രിസഭയിൽ TDPയുടെ റെപ്രസെൻറ്റേറ്റീവ്. ഇപ്പോൾ റാം മോഹൻ നായിഡുവാണ് പ്രതിനിധി. എന്നാൽ പോലും TDPക്ക് വളരെ വ്യക്തമായി അറിയാം, പവൻ കല്യാണിൻ്റെ ജനസേനയും BJPയും തങ്ങളെ വരിഞ്ഞു മുറുകാൻ പരമാവധി ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിക്കൂ, ഉപമുഖ്യമന്ത്രി സ്ഥാനം പവൻ കല്യാൺ നൽകേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. 175-ൽ 150-ൽ കൂടുതൽ സീറ്റുമായി മൃഗീയ ഭൂരിപക്ഷമുള്ള പാർട്ടിയാണ് ആന്ധ്രയിൽ TDP. വളരെ വ്യക്തമായി തന്നെ രേവന്ത് ഇത് പൊളിച്ചെടുക്കാൻ, ഈ മുന്നണി സംവിധാനം പൊളിച്ചെടുക്കാൻ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആന്ധ്രയെ സംബന്ധിച്ചിടത്തോളം നായിഡുവിന് കേവല ഭൂരിപക്ഷമുള്ളത് കൊണ്ട് തന്നെ ആര് പോയാലും TDP ഒറ്റക്കെട്ടായി നിൽക്കും. എന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും TDP അംഗങ്ങൾ 16ഓളം MPമാരുടെ പിന്തുണ പിൻവലിച്ചാൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ഭരണം അനിശ്ചിതത്വത്തിലേക്കാകും. TDPയെ കൊണ്ട് വിലപേശിക്കാൻ വ്യക്തമായ കളികളുമായി രേവന്ത് റെഡ്ഡി എത്തുകയാണ്. ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കോൺഗ്രസിന് രേവന്ത് റെഡ്ഡിയെ മുൻനിർത്തി പല കളികളും കളിക്കാനുണ്ട്. നായിഡു BJPയുടെ തുറുപ്പ് ചീട്ടാണ്. BJPയെ കൃത്യമായി മുട്ടുകുത്തിക്കാൻ നായിഡുവിനെ ഉപയോഗിക്കാൻ തന്നെയാണ് കൃത്യമായി രേവന്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.